നമസ്കാരം. ഈ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ചില ആൾക്കാരുടെ കിളി പറന്നു പോകുമെന്ന് പറയുന്നത് സത്യമാണോ? എൻ്റെ ഒരു സംശയമാണ്. ചിലരുടെയൊക്കെ പ്രവൃത്തികൾ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പോ ഇലക്ഷന് മത്സരിച്ച സമയത്തോ ഒന്നും തന്നെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വളരെ മെച്യൂറായിട്ട് ഇന്റലിജന്റ് ആയിട്ട് ബിഹേവ് ചെയ്തിരുന്ന പല ആൾക്കാരും ഇലക്ഷൻ കഴിഞ്ഞ് അധികാരം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും തല കീഴ്മേൽ അങ്ങ് മറിയും. അവരുടെ സ്വഭാവം എൻറ്റയർലി അങ്ങ് മാറും. പിന്നെ കിളി പോയതുപോലെയൊക്കെ ആയിരിക്കും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ ഞാൻ ഈ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട് കണ്ടോ? ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കനിമൊഴി എന്ന് പറയുന്ന തമിഴ്നാട് MP ആണ്. അപ്പോൾ പുള്ളിക്കാരി വയനാട് വിഷയം ഉയർത്തിക്കാട്ടിയ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി കഥകളി ആംഗ്യം കാണിച്ചു എന്നാണ് ജോൺ ബ്രിട്ടാസ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ആരാണ്, എന്താണ് സംഭവം എന്നൊക്കെയുള്ളത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம், வஞ்சிக்கப்படுகிறோம். கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. சென்ட்ரல் யூனியன் கவர்மெண்ட் நம்மள பார்த்தே கையை விரிக்கிறாங்க. நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க. എങ്ങനുണ്ട്? സത്യത്തിൽ ഈ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് നാണക്കേടാണ് തോന്നിയത്. നാണം കെട്ട് തല കുനിക്കാനാണ് എനിക്ക് ആ ഒരു വികാരമാണ് എൻ്റെ ഉള്ളിൽ തോന്നിയത്. ഇതിപ്പോൾ തമിഴ്നാട് ന്യൂസിലൊക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുഴുവൻ തമിഴ്നാട് ന്യൂസുകളിലൊക്കെ തന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വാർത്തയൊന്നും അല്ലല്ലോ കേരളീയരെ സംബന്ധിച്ചിടത്തോളം. കൈമയർത്തി കാണിക്കുകയാണ്, ഗോഷ്ഠി കാണിക്കുകയാണ്. ഇദ്ദേഹം വളരെ മെച്യൂറായിട്ട് ഇന്റലിജന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അധികാരം കിട്ടിയതിന് ശേഷം അദ്ദേഹം പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഈ രീതിയിലാണ്. ഇവിടെ കനിമൊഴി എന്ന് പറയുന്ന MP ഉയർത്തി കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കേരളത്തോടായിക്കോട്ടെ തമിഴ്നാടിനോടും അവഗണന കാണിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. കേരളത്തോട് പലപ്പോഴായിട്ട് അവഗണന കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിൽ അവഗണന കാണിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴും അതിനകത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളോട് കൈമലർത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അത് പറയുന്ന കാര്യം ശരിയാണ് എന്ന് പോലും മാനിക്കാതെ ഒരാൾ അവിടെ നിന്ന് പറയുന്ന സമയത്ത്, സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അവർ കേരളത്തിന്റെ കാര്യവും കൂടി ഉൾക്കൊള്ളിച്ചു. ആ സമയത്ത് ഈ രീതിയിലുള്ള ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അപമാനകരമായിട്ടുള്ള സംഭവമാണല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നാണിച്ചിട്ട് തല കുനിക്കാനാണ് തോന്നിയത് എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോ കണ്ട നിങ്ങൾ പറ, ഇത് ഒരു കേന്ദ്രമന്ത്രിക്ക് ചേർന്ന പ്രവൃത്തിയാണോ അദ്ദേഹം ചെയ്തത്? പലപ്പോഴായിട്ട് ഇമ്മച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലല്ല ഒരു കേന്ദ്രമന്ത്രി ബിഹേവ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തു പോയേക്കുവാണ്. നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്, കേരളത്തെ റെപ്രസെന്റ് ചെയ്തു പോയേക്കുവാണ്, കേരളത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് അദ്ദേഹം. എന്ത് കാണിച്ചു കഴിഞ്ഞാലും കേരളത്തിനാണ് അതിൻ്റെ ഒരിത്. പക്ഷേ ഈ രീതിയിൽ പോയി ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് കേരളീയർക്ക് മൊത്തം തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർക്കാരുടെ അവസ്ഥയോ? ഇങ്ങനെ ബിഹേവ് ചെയ്യരുത് ആരും തന്നെ. വളരെ മോശമാണ്. ഇതിനെയൊക്കെ ഇനി ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും. അത് സ്വാഭാവികമാണ്. ന്യായീകരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ അങ്ങ് ന്യായീകരിക്കും. ഇത് തെറ്റ് തന്നെയാണ്. നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊണ്ടും തരുന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇതുപോലെ ഗോഷ്ഠി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തെറ്റല്ലേ? ന്യായീകരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കാണുക, കണ്ണു തുറന്ന് നോക്കുക. പല കാര്യങ്ങളും, വയനാട് ദുരന്തത്തിന്റെ കാര്യം മാറ്റി നിർത്തുക. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് അവഗണന മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും. ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പോലും പല ആൾക്കാരും പറഞ്ഞു, BJPയോട് യാതൊരു രീതിയിലുള്ള ഇതും കാണിക്കാത്ത കേരളീയർക്ക് എന്തിനാണ് കൊടുക്കേണ്ടത് എന്ന്. നിങ്ങൾ വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാണ്. ഇപ്പം അത് BJP ഗവൺമെന്റ് അല്ല, അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് പൊസിഷനിലേക്ക് കയറി കഴിയുമ്പോൾ അവർ BJP മെമ്പേഴ്സ് അല്ല. അവർക്ക് ഈ എൻ്റയർ ഇന്ത്യയിലും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓരോ പൗരന്മാരുടെ മുകളിലും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ പൗരന്മാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഇപ്പോൾ ഒരു BJP MPസോ BJP മന്ത്രിമാരോ അല്ല, സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സ് ആണ്. ഈ സത്യം എല്ലാവരും മനസ്സിലാക്കുക. അങ്ങനെ റിവഞ്ച് വെച്ച് പെരുമാറാനാണെന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് അധികാരത്തിൽ കയറിയത്? അങ്ങനെ മനഃപൂർവ്വം റിവഞ്ച് വെച്ചിട്ട് ഓരോരുത്തരോട് ബിഹേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ അർഹരല്ല എന്നുള്ളതാണ് സത്യം.
അവർക്ക് എം പിമാരെ കൊടുക്കുന്നില്ല, അവർക്ക് വോട്ട് കൊടുക്കുന്നില്ല എന്നുള്ള റിവെഞ്ചിലാണ് അവർ നമ്മളോട് ഇപ്പോൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും അവർക്ക് പരിഗണന കൊടുക്കാത്തത് കൊണ്ട്, അവരെ ജയിപ്പിച്ച് വിടാത്തത് കൊണ്ട് നമുക്കൊരു രീതിയിലുള്ള പരിഗണനയും തരുന്നില്ല. ഇവിടെ അർഹതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നില്ല. അത് എവിടുത്തെ ഏർപ്പാടാണ്? എന്നാൽ പിന്നെ അവരെന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ ആ മന്ത്രിസ്ഥാനത്തൊക്കെ കയറിയിരിക്കുന്നത്? അങ്ങനെ മന്ത്രിസ്ഥാനത്തിരിക്കാൻ അവർക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ ഈ രീതിയിൽ ഇമ്മച്യൂറായിട്ട് ബിഹേവ് ചെയ്യുന്നവരോട്? അപ്പം ഈ ന്യായീകരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കുക. ചുമ്മാതല്ല ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് വിമർശിക്കാതിരിക്കുന്നത്?